പലർക്കും മൈലേജ് ഷോട്ട് വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ വണ്ടി കണ്ടിട്ട് പിക്ക് എടുക്കാൻ വന്ന ആളുകളാണ് കേട്ടോ. അണ്ണാ പേര് പറഞ്ഞ? ആ ജ്യോതിമണി വീര. മൈലേജ് നോക്കിയിട്ട് ആരും ഈ ഒരു വാഹനം എടുക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ആ ഒരു ക്രേസിൻ്റെ പുറത്ത് മാത്രമാണ് ഈ ഒരു വാഹനം അധിക പേരും എടുക്കുന്നത്. ഈ ഒരു ബൈക്കിൽ നിന്ന് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാരുടെ പൊതുവെയുള്ള റെസ്പോൺസ് ആദ്യം അടിയായിരിക്കും. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് 1997 മോഡൽ യമഹ RX100 എന്ന് പറയുന്ന ഒരു വാഹനമാണ്. ഈ ഒരു ബൈക്കിൻ്റെ മൈലേജ് ടെസ്റ്റിംഗ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ 2 വീഡിയോസ് നമ്മൾ മൈലേജ് ടെസ്റ്റിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ അതിൽ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് യമഹ RX100ൻ്റെ മൈലേജ് എത്ര എന്നുള്ളത്. അതുപോലെ തന്നെ യമഹ RX100ൻ്റെ മൈലേജ് ടെസ്റ്റിംഗ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടും ഒരുപാട് ആൾക്കാർ കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബൈക്കിൻ്റെ കറക്റ്റ് മൈലേജ് യമഹ RX100ൻ്റെ കറക്റ്റ് മൈലേജ് എത്ര കിട്ടുന്നുള്ളത് എന്നുള്ള നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. ഗൈസ്, അപ്പോൾ നമുക്ക് ആദ്യം മൈലേജ് ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മളെല്ലായ്പ്പോഴും ചെയ്യുന്ന പോലെ തന്നെ 2 കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയേണ്ടത്, കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. 3-4 കമൻറ്റ് ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, ഇങ്ങനെ മൈലേജ് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഒരു മൈലേജ് ട്യൂബർ വെച്ചിട്ട് ചെയ്താൽ പോരെ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു മറുപടി എനിക്ക് പറയാനുള്ളൊരു കാര്യം, എല്ലാവരും മൈലേജ് ടെസ്റ്റ് ചെയ്യുന്നത് മൈലേജ് ട്യൂബർ വെച്ചിട്ടായിരിക്കില്ല. ഈ മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നമ്മളൊരു മൈലേജ് ട്യൂബർ എന്തായാലും പലരും വാങ്ങൂല. അപ്പോൾ എല്ലാവർക്കും പറ്റുന്നൊരു മെത്തേഡ് എന്ന് പറയുന്നത് ടാങ്കിൽ പെട്രോൾ കാലിയാക്കിയതിന് ശേഷം അതിൽ പെട്രോൾ ഫില്ല് ചെയ്തിട്ട് എത്ര കിലോമീറ്റർ ഓടുന്നത് ചെക്ക് ചെയ്യലാണ്. അപ്പോൾ അതാണ് നമ്മൾ എല്ലാവർക്കും പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. 4-5 പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യണോ, പോരെ മൈലേജ് ട്യൂബർ ടെസ്റ്റർ വെച്ചിട്ട് ചെയ്താൽ പോരെ എന്നൊക്കെ നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ആ ഒരു മെസ്സേജിൻ്റെ റീപ്ലൈ എന്നുള്ള നിലക്കാണ് പറഞ്ഞത്. നമ്മളാണെങ്കിലും ഒരു മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന നേരത്തെ അതിനായിട്ടുള്ള ട്യൂബർ കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടായിരിക്കില്ല. നമ്മൾ ടാങ്കിൽ പെട്രോൾ ഒഴിച്ചിട്ട് എത്ര കിലോമീറ്റർ ഓടുന്നത് അതായിരിക്കും നമ്മളും ചെക്ക് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യം എനിക്ക് തോന്നിയത് ടാങ്കിൽ പെട്രോൾ കാര്യങ്ങളൊക്കെ ഊറ്റിയതിന് ശേഷം പറഞ്ഞു കൊടുക്കലാണ്. അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് ടാങ്കിൽ പെട്രോൾ ഫുള്ളായിട്ട് എടുത്ത് മാറ്റണം, ക്ലീൻ ആക്കണം. അതുപോലെ തന്നെ ത്രോട്ടിലടിച്ചിട്ട് കാർബറേറ്ററുള്ള പെട്രോളും ക്ലീൻ ആക്കണം. ഈ 2 പ്രോസസ്സാണ് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമ്മൾ എല്ലായ്പ്പോഴും ചെയ്യുന്ന പോലെ തന്നെ 1/2 ലിറ്റർ പെട്രോൾ വെച്ചിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. 1/2 ലിറ്റർ പെട്രോൾ ഒഴിച്ചിട്ട് ഈ ഒരു ബൈക്ക് എത്ര കിലോമീറ്റർ ഓടുന്നോ അതിൻ്റെ ഡബിൾ ആയിരിക്കും ഈ ഒരു വണ്ടിയുടെ മൈലേജ് എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റ് 1/2 ലിറ്റർ പെട്രോൾ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യം ഇതിലേക്ക് ഫില്ല് ചെയ്യണം. ഇതിലേക്ക് ഫില്ല് ചെയ്ത ശേഷം ബാക്കി വരുന്നത് ഇതിലേക്കും ഫില്ല് ചെയ്യാം. പിന്നെ കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ കുറച്ച് സ്പീഡിലാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഏകദേശം ഈ ഒരു ബോട്ടിൽ തന്നെ ഫില്ലാവാനുള്ള പെട്രോൾ ഇതിൽ കാണുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ബോട്ടിൽ നമുക്ക് മാറ്റി വെക്കാം. ഏകദേശം തീരുമാനമായിട്ടുണ്ട്. പെട്രോൾ തുള്ളി പോലെ ആകുമ്പോൾ നമ്മൾ നിർത്തിട്ടോ. നിർത്തിയതിന് ശേഷം കാർബറേറ്ററുള്ള പെട്രോൾ ഫുള്ളായിട്ട് ത്രോട്ടിലടിച്ച് കളയണം. എന്നിട്ടാണ് നമ്മൾ 1/2 ലിറ്റർ പെട്രോൾ ടാങ്കിലേക്ക് ഒഴിക്കുന്നത്. 1/2 ലിറ്റർ പെട്രോൾ ഒഴിച്ചതിന് ശേഷം എത്ര കിലോമീറ്റർ ഓടുന്നോ അതിൻ്റെ ഡബിളായിരിക്കും ഈ ഒരു വണ്ടിയുടെ മൈലേജ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മൾ വണ്ടി കണ്ടിട്ട് പിക്ക് എടുക്കാൻ വന്ന ആളുകളാണ് കേട്ടോ. അണ്ണാ പേര് പറഞ്ഞ? ജ്യോതിമണി വീര മണി വേൽ, തമിഴ്നാട്. വണ്ടിയാ நல்லா இருக்கா? நான் இது வந்து மொபைல் டெஸ்டிங் வீடியோ. யூடியூபரா? മുബാഷ് മുഹമ്മദ്. ഓക്കെ, ഫൈൻ. അവരെല്ലാവരും കൂടി നിൽക്കുന്നുണ്ട്.
ഓക്കെ, നമ്മൾ പരിപാടി ഏകദേശം തീരുമാനമായിട്ടുണ്ട് കേട്ടോ. ഇതിൽ തുള്ളി പോലെ ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഫൈൻ. ഇനി നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് അതിലുള്ള പെട്രോൾ ഫുള്ള് ത്രോട്ടിൽ അടിച്ചിട്ട് കളയണം. ഓക്കെ, ഇവരെല്ലാവരും ഇവിടെ കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, കാർബറേറ്ററിലുള്ള എല്ലാ പെട്രോളും നമുക്ക് ഊറ്റിയെടുക്കണം. ഊറ്റിയെടുത്തതിന് ശേഷമാണ് നമുക്ക് 1/2 ലിറ്റർ പെട്രോൾ ഒഴിച്ചതിന് ശേഷം വണ്ടി ഓടേണ്ടത്. അവിടെ എല്ലാവരും വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. സൗണ്ട് നല്ലാർക്കും എല്ലാവർക്കും അവരുടെ നാട്ടിലും ഒരുപാട് ബൈക്കുകളുണ്ട്. അവരിപ്പോൾ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത് അവരുടെ നാട്ടിൽ ഒരുപാട് ബൈക്കുകളുണ്ട് എന്നാണ് പറഞ്ഞത്. ഇത്രയും മോഡിഫൈഡ് ആയിട്ടുള്ള വണ്ടികളില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അവർ പോയിട്ട് നമ്മളെ നോക്കുന്നുണ്ട് കേട്ടോ വണ്ടി കണ്ടിട്ട്. ഓക്കെ, ഫൈനലി വണ്ടിയുള്ള പെട്രോൾ ഫുള്ള് തീർന്നിട്ടുണ്ട്. കാർബറേറ്ററിലെ പെട്രോൾ മൊത്തം തീർന്നിട്ടുണ്ട്. അവർ പോയിട്ടോ. ഓക്കെ, ഇനി നമുക്ക് വണ്ടിയിൽ പെട്രോൾ ഒഴിച്ചിട്ട് ഓടി നോക്കാം എത്ര കിലോമീറ്റർ കിട്ടുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, മാറി എടുത്താൽ കേട്ടോ ബോട്ടിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ 1/2 ലിറ്റർ പെട്രോൾ കറക്റ്റ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓടണം. നമ്മൾ സ്ഥിരം പോകുന്ന റൂട്ട് തന്നെയാണ് പിടിക്കുന്നത്. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ സ്പ്ലെൻഡറിൻ്റെ വീഡിയോ ചെയ്ത പോലെ തന്നെ GPS മീറ്റർ വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. സ്ഥിരം റൂട്ടായതുകൊണ്ട് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റും. സ്ഥിരം റൂട്ടിലാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് സ്പീഡോമീറ്റർ ഓണാക്കിയിട്ട് സെറ്റ് ചെയ്ത് വെക്കണം. ഇത്രയും പഴക്കമുള്ള വണ്ടികളല്ല, ഏകദേശം ഒരു 20-25 വർഷം പഴക്കമുള്ള വണ്ടികളായതുകൊണ്ട് തന്നെ മീറ്ററൊക്കെ വർക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. എന്നാലും നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്ന മീറ്ററൊക്കെ നല്ല രീതിയിൽ കൊണ്ടെടുക്കുന്ന ആളുകളുണ്ട് കേട്ടോ. GPS സ്പീഡോമീറ്റർ എന്നാണ് ഇതിൻ്റെ പേര്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. എനിക്ക് ജെനുവനായിട്ട് തോന്നിയിട്ടുള്ളൊരു ആപ്പ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇതും റെക്കമെൻഡ് ചെയ്ത് തരുന്നത്. ആഡ്സൊക്കെ പിന്നെ സാധാരണ ഉള്ളതാണ്. ആഡ്സിലാണ് അവർ ചെയ്യുന്നത്. ലൊക്കേഷൻ ഓണാക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത്. ഓക്കെ, ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ പൗസ് ചെയ്യാം. സ്റ്റോപ്പ് ട്രിപ്പ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഡിസ്റ്റൻസ്, ആവറേജ് സ്പീഡ്, മാക്സിമം സ്പീഡ്, നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര കിലോമീറ്റർ ഓടുന്നുണ്ടെന്ന് നോക്കണം. ഓക്കെ, ഒറ്റ കിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇന്നും എക്കണോമി മോഡിൽ തന്നെയായിട്ട് പോകുന്നത്. ഒരു 60 ആ റേഞ്ചിൽ, 55-60 ആ റേഞ്ചിലാണ് നമ്മളിന്ന് പോയിട്ട് ചെക്ക് ചെയ്യാൻ പോകുന്നത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. പലരും ഈ ഒരു വാഹനത്തെ ഇഷ്ടപ്പെടുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ബോഡി ഡിസൈൻ ചെയ്തിട്ടുള്ള ആ ഒരു പാറ്റേണും അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ആ ഒരു സൗണ്ടുമാണ് കേട്ടോ. പലരെയും ഈ ഒരു വാഹനത്തോട് അട്രാക്ഷൻ തോന്നിക്കുന്നത്. (2022) ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ബൈക്കുകൾ നമ്മുടെ നാട്ടിലെത്തുന്നുണ്ട്. അതർ സ്റ്റേറ്റ് ബൈക്കുകൾ ഒരുപാട് നമ്മുടെ നാട്ടിലെത്തുന്നുണ്ട്. അതൊക്കെ ഈ ഒരു വണ്ടിയോട് ക്രൈസ് തോന്നിയിട്ട് നമ്മൾ ഇറക്കുന്നതാണ് കേട്ടോ. നമ്മളെ നാട്ടിലുള്ള പിള്ളേരെ ഇറക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷമം തോന്നുന്ന ഒരു കാര്യം, പലരും ഈ ഒരു വാഹനം ഉപയോഗിക്കുന്നത് വീലി അടിക്കാനുള്ള ഉപകരണമായിട്ടാണ്. നല്ല രീതിയിൽ കൊണ്ടുനടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഈ ഒരു വാഹനം കൊണ്ടുനടക്കുന്ന പല ആളുകളുമുണ്ട്. ഞാൻ എടുത്തു പറയാൻ കാരണം നമ്മുടെ നാട്ടിലും ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണുന്നതാണ് വീലി അടിച്ച്
പോകുന്നതൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യാതിരിക്കുക. ഇത് 2 സ്ട്രോക്ക് ബൈക്കാണ്. അതിൻ്റേതായ ഒരു കെയറും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിൽ കൊടുത്തിട്ടില്ലെങ്കിൽ അത് ഡാമേജ് ആയി പോകാനും അതിൻ്റെ എല്ലാ പാർട്സിനും കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് വേണം വണ്ടി കെയർ ചെയ്ത് കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. ഏതൊരു ബൈക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിലും അത് തന്നെയാണ്. അതിൻ്റേതായ ഒരു കെയർ കാര്യങ്ങളൊക്കെ ആ ബൈക്കിന് കൊടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ എല്ലാ പാർട്സിനും ഡാമേജ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. പിന്നെ ഈ ഒരു ബൈക്കിൻ്റെ മൈലേജിനെ കുറിച്ച് പറയുമ്പോൾ മൈലേജ് നോക്കിയിട്ട് ആരും ഈ ഒരു വാഹനം എടുക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ആ ഒരു ക്രേസിൻ്റെ പുറത്ത് മാത്രമാണ് ഈ ഒരു വാഹനം അധിക പേരും എടുക്കുന്നത്. ഈ ഒരു വാഹനം എടുക്കുന്ന അധിക പേരും ഇതിൻ്റെ മൈലേജ് നോക്കിയിട്ടല്ല ഈ ഒരു വാഹനം എടുക്കുന്നത് എന്നുള്ളതാണ്. ഈ ഒരു വണ്ടിയോടുള്ള ക്രേസും അതുപോലെ തന്നെ ഈ ഒരു വണ്ടി കൊണ്ട് നടക്കാനുള്ള ഒരു ത്രില്ലൊക്കെ കയറിയിട്ടാണ് പല ആളുകളും ഈ ഒരു വാഹനം എടുത്ത് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മളെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് RX100ൻ്റെ കറക്റ്റ് മൈലേജ് ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എത്ര കിലോമീറ്റർ നമുക്ക് ഓടാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, ഞാൻ സ്പീഡോമീറ്റർ ഒന്ന് നോക്കട്ടെ കേട്ടോ, എത്ര കിലോമീറ്റർ ആയി എന്നുള്ളത്. ഓക്കെ, 1.71 1.3 കിലോമീറ്റർ ഏകദേശം ആവാനായിട്ടുണ്ട്. പിന്നെ പലരും പറയുന്നൊരു കാര്യമാണ് ഈ ഒരു ബൈക്കിന് മൈലേജ് ഷോർട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ മൈലേജ് കിട്ടുന്നില്ല എന്നുള്ളതൊക്കെ ഒരുപാട് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. വണ്ടി എടുത്തു കഴിഞ്ഞാൽ വർക്ക്ഷോപ്പിൽ തന്നെ ആവും, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വാഹനത്തെക്കുറിച്ച് പൊതുവേ പറയാറുണ്ട്. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ എത്രയാണോ ത്രോട്ടിൽ കൊടുക്കുന്നത് അതിനനുസരിച്ചിരിക്കും. നമ്മൾ കൂടുതലായിട്ട് ത്രോട്ടിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എഞ്ചിനിലേക്കുള്ള ഫ്യൂൽ ഇറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള മൈലേജ് വണ്ടിക്ക് കിട്ടുള്ളൂ. അത് ഏത് ബൈക്കിൻ്റെ കാര്യം അങ്ങനെയാണ്. നമ്മളൊരു എക്കണോമി മോഡിൽ ഓടിക്കുന്ന ഒരു ബൈക്കാണെങ്കിൽ ആ വണ്ടിക്ക് പറഞ്ഞിട്ടുള്ള മൈലേജിൻ്റെ മാക്സിമം അതിന് എൻജിന് പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹൈവേയിലേക്ക് കയറി. ഇനി നമുക്ക് എത്ര കിലോമീറ്റർ ഓടാൻ പറ്റും എന്നുള്ളത് നോക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് എത്ര കിലോമീറ്റർ ഓടി എന്നുള്ളത് നമ്മളെ സ്പീഡോമീറ്ററിലൊന്ന് ചെക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. ഏകദേശം നമ്മൾ 6 കിലോമീറ്ററോളം താണ്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടുന്ന് വിടാം. ഇനി നേരെ സ്ട്രൈറ്റ് പിടിക്കാം. സ്ട്രൈറ്റ് പിടിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാം. പിന്നെ ഈ ഒരു ബൈക്കിൽ പലർക്കും മൈലേജ് ഷോട്ട് വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചിൽ പോകുന്നതുകൊണ്ട് മാത്രമാണ് പല ആളുകൾക്കും മൈലേജ് ഷോട്ട് വരുന്നത്. പല ആളുകളും ഈ ഒരു വാഹനം യൂസ് ചെയ്യുന്നത് തന്നെ ഈ ഒരു റേഞ്ചിലായിരിക്കും. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വാഹനത്തിൽ അധിക പേർക്കും മൈലേജ് ഷോട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ഫസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എത്രയാണോ ഈ ത്രോട്ടിൽ കൊടുക്കുന്നത് അതിനനുസരിച്ച് എഞ്ചിനിലേക്കുള്ള ഫ്യൂവൽ ഇറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു മൈലേജ് നിങ്ങൾ ഈ ഒരു വാഹനത്തിൽ കണക്ക് കൂട്ടിയാൽ മതി. നിങ്ങൾ എത്രയാണോ ത്രോട്ടിൽ കൊടുക്കുന്നത് അതിനനുസരിച്ചുള്ളൊരു മൈലേജ് കിട്ടും. അത് ഏത് ബൈക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കയറിയ കേട്ടോ. ഒരിക്കലും നിങ്ങൾ ഇതുപോലൊന്നും വണ്ടി എടുത്തിട്ട് ഹൈവേയിലൊന്നും അനുകരിക്കാൻ നിൽക്കരുത്. പാളിപ്പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. കാരണം യമഹ അന്ന് ഇറക്കിയിട്ടുള്ള വണ്ടികളൊക്കെ കനം കുറവുള്ള വണ്ടികളായതുകൊണ്ട്, RD350 വെച്ചിട്ടുള്ള ബാക്കിയുള്ള വണ്ടികളൊക്കെ അധിക വണ്ടികളും കനം കുറവുള്ള വണ്ടികളായതുകൊണ്ട് തന്നെ വണ്ടി പാളിപ്പോയിട്ട് വല്ല പോസ്റ്റിനോ വല്ല ആളുകൾക്കോ മറ്റുള്ള വാഹനങ്ങൾക്കോ കയറാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ ഓടിച്ചു പോകുന്ന ഒരാളാണെങ്കിൽ, ടോപ്പ് എൻഡിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ മാത്രം നിങ്ങൾ അങ്ങനത്തെ അഭ്യാസങ്ങളൊക്കെ റോട്ടിൽ കാണിക്കാൻ നിൽക്കുക. ഈ ഒരു ബൈക്കിൽ നിന്ന് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാരുടെ പൊതുവെയുള്ള റെസ്പോൺസ് ആദ്യം അടിയായിരിക്കും, പിന്നെ നമ്മളെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോവുകയുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ പല ആളുകളും നമ്മളെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുള്ള സംശയങ്ങളാണ്. RX100 എടുക്കണോ, RX135 എടുക്കണോ, RXZ എടുക്കണോ, അത് RD350 എടുക്കണോ എന്നുള്ളതൊക്കെ. എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ലൈക്കായിട്ടുള്ള ബൈക്ക് എന്ന് പറയുന്നത് എൻ്റെ ബൈക്കാണ്. പലർക്കും RX100 ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും, 135 ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും, Z ഇഷ്ടപ്പെടുന്ന ആളുണ്ടാവും, അതുപോലെ തന്നെ RD350 ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും.
അപ്പോൾ നിങ്ങളെ ചോയ്സ് ഏതാണ്, നിങ്ങൾക്ക് ഏത് ബൈക്കാണോ ലൈക്ക് ആവുന്നത് ആ ഒരു ബൈക്ക് എടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പേഴ്സണലി എൻ്റെ ഡ്രീം ബൈക്ക് എന്ന് പറയുന്നത് RD350 ആണ്. അത് നമ്മളെന്തായാലും നമ്മുടെ ചാനൽ ഉയർന്നു വരുന്നതനുസരിച്ച് നമ്മൾ ആ ഒരു ബൈക്ക് നമ്മളെ ചാനലിലേക്ക് കൊണ്ടുവരും. ഓക്കെ, നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ട് വണ്ടി തീക്കാം, തിരിച്ച് ഇങ്ങോട്ട് തന്നെ റിട്ടേൺ അടിക്കാം. നമ്മൾ റിട്ടേൺ അടിക്കാൻ പോവാണ്. ഓക്കെ, നമുക്ക് എത്ര കിലോമീറ്റർ ഓടി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഏകദേശം 12 കിലോമീറ്റർ കേട്ടോ, 11.95. അതായത് ഏകദേശം ഒരു 12 കിലോമീറ്റർ കൂട്ടാം നമുക്ക്. 12 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ തിരിച്ചു പോവാം. തിരിച്ചു പോയിട്ട് എവിടെയാണോ നമ്മളെ ബൈക്ക് നിൽക്കുന്നത് എന്നുള്ളത് നോക്കണം. ഓ, ബാക്കിൽ ലോറി ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ വന്ന റൂട്ടിൽ തന്നെ തിരിച്ച് കയറിയിട്ടുണ്ട്. ഞാനിവിടെ എവിടെയെങ്കിലും സൈഡ് ആക്കിയിട്ട് നമ്മളിപ്പോൾ ടോട്ടൽ എത്ര കിലോമീറ്റർ ഓടിയെന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. 17.38 കേട്ടോ, ഏകദേശം 17 കിലോമീറ്റർ ഓടി. ഇനി നമുക്ക് എത്ര കിലോമീറ്റർ ഓടും എന്നുള്ളത് നോക്കണം. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഫുള്ളായിട്ട് ഇറക്കാം കേട്ടോ, അപ്പോൾ നമുക്ക് മാക്സിമം കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ ചെറിയ രീതിയിൽ മിസ്സിങ് കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. മിസ്സിങ് വരുമ്പോൾ ആ വണ്ടിയുടെ ആ കുത്തരും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. നല്ല രീതിയിൽ മിസ്സിങ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കയറ്റാണ്, അത് കയറാനുള്ള ചാൻസും വളരെയധികം കുറവാണ്. ഓക്കെ, ഈ കയറ്റം ജസ്റ്റ് ഒന്ന് കയറി വണ്ടി നിന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം എത്ര കിലോമീറ്റർ ഓടി, അതുപോലെ തന്നെ എത്രയാണ് മൈലേജ് എന്നുള്ള കാര്യങ്ങളൊക്കെ. 19.41 കിലോമീറ്ററാണ് 6 ലിറ്റർ പെട്രോൾ കൊണ്ട് നമ്മൾ ഈ ഒരു ബൈക്ക് ഓടിച്ചത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ബൈക്കിൻ്റെയും കണ്ടീഷൻ അനുസരിച്ചിരിക്കും ആ ഒരു വണ്ടിയുടെ മൈലേജ്. അപ്പോൾ 1/2 ലിറ്റർ പെട്രോൾ കൊണ്ട് 19.41 ഈ ഒരു ബൈക്ക് ഓടിച്ച് തീർത്തത്. അപ്പോൾ ഈ ഒരു ബൈക്കിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് 38-39 ആ ഒരു റേഞ്ചിലാട്ടോ ഈ ഒരു ബൈക്കിൻ്റെ മൈലേജ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വണ്ടിയിൽ പെട്രോൾ ഫില്ല് ചെയ്തതിന് ശേഷം വണ്ടി എടുത്ത് ഇവിടുന്ന് വിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ Yamaha Rx100ൻ്റെ കറക്റ്റ് മൈലേജ് എത്രയെന്നുള്ളതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ബൈക്കിൻ്റെയും കണ്ടീഷൻ അനുസരിച്ചിരിക്കും ആ ഒരു ബൈക്കിൻ്റെ മൈലേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല വീഡിയോസുമായി അടുത്ത എപ്പിസോഡ് കാണാം. അതുവരെ ബൈ.